അന്നത്തെ ദിവസം രാത്രി വീട്ടിൽ ആരും ഇല്ലായിരുന്നു. പട്ടിക്കുട്ടി ചോദിച്ചു, നമുക്ക് തോട്ടത്തിൽ പോയാലോ പൂച്ചക്കുഞ്ഞെ? അയ്യോ, രാത്രിയോ? പൂച്ചക്കുഞ്ഞിന് പേടിയായി. ഞാൻ ഇതുവരെ രാത്രി പുറത്തു പോയിട്ടില്ല, എനിക്ക് പേടിയാണ്. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ഞാൻ ഇതിനു മുമ്പും ഒരിക്കൽ രാത്രി പുറത്തു പോയിട്ടുണ്ട്. വരൂ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വേഗം തിരിച്ചു വരാം. ശരി, നിനക്ക് പേടിയില്ലെങ്കിൽ ഞാൻ വരാം. പൂച്ചക്കുഞ്ഞ് സമ്മതിച്ചു. ആദ്യം പൂച്ചക്കുഞ്ഞും പുറകെ പട്ടിക്കുട്ടിയും ജനൽ വഴി ചാടി തോട്ടത്തിലിറങ്ങി. നല്ല നിലാവുണ്ട്. നല്ല വെളിച്ചമുണ്ടല്ലോ, പകൽ പോലെയല്ലേ? നിലാവ് കണ്ടപ്പോൾ പൂച്ചക്കുഞ്ഞിന്റെ പേടി മാറി. ഇന്ന് നിലാവുണ്ട്, അതാണ് ഇത്ര വെളിച്ചം. നിലാവില്ലെങ്കിൽ നല്ല ഇരുട്ടാണ്. ഞാൻ ഒരിക്കൽ പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടായിരുന്നു, പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ഞാനൊരു പട്ടിക്കുട്ടിയല്ലേ. അന്ന് എന്തിനെയോ കണ്ട് പേടിച്ചോടി വന്നല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. പൂച്ചക്കുഞ്ഞ് ചിരിച്ചു. അയ്യേ, അത് പേടിയായിട്ടല്ല, എനിക്ക് പെട്ടെന്ന് വിശന്നു, അതുകൊണ്ട് ഓടി വന്നതാ. അതൊന്നും ഇപ്പൊ പറയണ്ട. വാ, നമുക്ക് കുളത്തിനടുത്ത് വരെ പോയിട്ട് വരാം. അയ്യോ, കുളം വരെയൊന്നും പോണ്ട, നമുക്ക് വേഗം തിരികെ പോകാം. വേഗം പോയിട്ട് തിരികെ വരാം. പട്ടിക്കുട്ടി കുളത്തിനരികിലേക്ക് ഓടി. വേറെ നിവർത്തിയില്ലാതെ പൂച്ചക്കുഞ്ഞും പുറകെ പോയി. ഒരു ഭീകര ശബ്ദം കേട്ട് പേടിച്ച പൂച്ചക്കുഞ്ഞു നിന്നു. പിന്നെ ചുറ്റും നോക്കി. വീണ്ടും അതാ ശബ്ദം. അടുത്തുള്ള മരത്തിൽ നിന്നാണ് അത് കേൾക്കുന്നത്. പേടിച്ചു പോയ പട്ടിക്കുട്ടി ഓട്ടം നിർത്തി തിരികെ പൂച്ചക്കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു. എന്താണ് ആ ശബ്ദം പട്ടിക്കുട്ടി? എനിക്കറിയില്ല, നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? നിനക്ക് പേടിയുണ്ടോ? പേടിയില്ല, പക്ഷെ നിനക്ക് പേടിയുണ്ടല്ലോ, അതുകൊണ്ടാണ് പോകാമെന്ന് പറഞ്ഞത്. ഈ ശബ്ദം എന്താണെന്ന് അറിയണ്ടേ? അതൊന്നും വേണ്ട, വേഗം പോവാം. വാ, പോവാം. അപ്പോഴാണ് പൂച്ചക്കുഞ്ഞ് കണ്ടത്, അടുത്തുള്ള മരക്കൊമ്പിലിരുന്ന ഒരു പക്ഷിയാണ് ആ ശബ്ദം ഉണ്ടാക്കിയത്. വലിയ ഉണ്ടക്കണ്ണുള്ള ആ പക്ഷി വളരെ ഗൗരവമുള്ള മുഖത്തോടെ വീണ്ടും വിളിച്ചു. പൂച്ചക്കുഞ്ഞ് ആ മരത്തിനടുത്തേക്ക് പോയി ആ പക്ഷിയെ നോക്കി കൈ കാണിച്ചു. പൂച്ചക്കുഞ്ഞ് ധൈര്യത്തോടെ ആ പക്ഷിയോട് ചോദിച്ചു, എന്റെ പേര് പൂച്ചക്കുഞ്ഞ്, എന്താണ് നിങ്ങളുടെ പേര്? പട്ടിക്കുട്ടി പുറകെ പോയി പൂച്ചക്കുഞ്ഞിനെ പിടിച്ചു. പിന്നെ പറഞ്ഞു, നീ എന്താണ് ഈ കാണിക്കുന്നത് പൂച്ചക്കുഞ്ഞെ? നമുക്ക് വീട്ടിൽ പോവാം. അപ്പോഴേക്കും പക്ഷി മറുപടി പറഞ്ഞു, എന്റെ പേര് മൂങ്ങ എന്നാണ്. നിങ്ങൾ രണ്ടുപേരെയും ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങാറേ ഇല്ല, ഉറക്കമായിരിക്കും, അതാണ് ഞങ്ങളെ കാണാത്തത്. ഞാൻ പകൽ മുഴുവൻ ഉറങ്ങും, രാത്രിയാണ് ഞാൻ എണീക്കുന്നതും ആഹാരം തേടി പോകുന്നതും. ഓഹോ, അങ്ങനെയാണല്ലേ. മുങ്ങച്ചേട്ടന്റെ ഈ ഹുഹു വിളി കേട്ടപ്പോ ഞങ്ങൾ ആദ്യം ആകെ പേടിച്ചു കേട്ടോ. ഞങ്ങളല്ല, പൂച്ചക്കുഞ്ഞ് മാത്രം. എനിക്കൊന്നിനെയും പേടിയില്ല. പേടിയില്ലേ? മൂങ്ങ ഉറക്കെ വിളിച്ചു. പട്ടിക്കുട്ടി പൂച്ചക്കുഞ്ഞിനോട് ചേർന്ന് നിന്നു. പേടി ചെറുതായി ഉണ്ട്. ശരി, എന്നാൽ വേഗം പൊക്കോളൂ. രാത്രി ഇവിടെ കിടന്ന് കറങ്ങണ്ട, എനിക്ക് വിശക്കുന്നു, ഇര തേടാൻ പോണം. വീട്ടിൽ വന്ന പാല് തരാം. പൂച്ചക്കുഞ്ഞ് മൂങ്ങയെ ക്ഷണിച്ചു. വേണ്ട പൂച്ചക്കുഞ്ഞെ, ഞാൻ പാല് കുടിക്കാറില്ല, നന്ദി. മൂങ്ങ പറന്നു പോയി. വാ, നമുക്ക് കുളത്തിനടുത്തേക്ക് പോവാം. പട്ടിക്കുട്ടി വിളിച്ചു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. അടുത്തുള്ള ചെടിക്കൂട്ടം ആകെ അനങ്ങി. ഏതോ ജന്തുവാണ്. എന്താണത് പട്ടിക്കുട്ടി? ചെടിക്കൂട്ടത്തിലേക്ക് നോക്കി പൂച്ചക്കുഞ്ഞ് പേടിയോടെ ചോദിച്ചു. മറുപടി കാണാതെ തിരിഞ്ഞു നോക്കിയപ്പോൾ ചെടിക്കൂട്ടം അനങ്ങുന്നത് കണ്ട് പേടിച്ച പട്ടിക്കുട്ടി വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. പട്ടിക്കുട്ടി, പൂച്ചക്കുഞ്ഞ് ഉറക്കെ വിളിച്ചു. നീ പേടിച്ചോടുന്നതാണോ? അല്ല അല്ല, എനിക്ക് പേടിയേ ഇല്ല, പക്ഷെ വിശക്കുന്നു. നിനക്ക് പേടിയാണെങ്കിൽ ഓടിക്കോളൂ. പട്ടിക്കുട്ടി ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. നിൽക്കൂ പട്ടിക്കുട്ടി, നിൽക്കൂ, ഞാനും വരുന്നു എന്ന് വിളിച്ചുകൊണ്ട് പൂച്ചക്കുഞ്ഞും അതിവേഗം പട്ടിക്കുട്ടിയുടെ പുറകെ വീട്ടിലേക്ക് ഓടി.
Please like, subscribe, and share.